ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ കർമ്മ കോർമ എന്ന ബംഗാളി സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ നമ്മൾ ചുനിക്കിനെ കാണുന്നു. അവളൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഹിന്ദി സീരിയലുകൾക്കും സിനിമകൾക്കും ബംഗാളിയിൽ ഡബ്ബ് ചെയ്ത് ശബ്ദം നൽകുന്നു. ചിനുക്കിന്റെ റെക്കോർഡിംഗ് ജോലി എപ്പോഴും രാത്രിയിലായിരുന്നു. അതുകൊണ്ട് അവൾ രാത്രി മുഴുവൻ സ്റ്റുഡിയോയിൽ കഴിയുകയും രാവിലെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുമായിരുന്നു. ചിനുക്കിന്റെ ഭർത്താവാണെങ്കിൽ ഒരു ജോലിക്കും പോവാത്ത ഒരാളാണ്. ദിവസം മുഴുവൻ നാട്ടിലൂടെ കറങ്ങി നടക്കുകയും രാത്രി മുഴുവൻ മദ്യപിക്കുകയും ചെയ്യാണ്. വീടിന്റെ മുഴുവൻ ചെലവും ചിനുക്ക് ഒറ്റയ്ക്കാണ് നോക്കുന്നത്. ഗോപാലിന്റെ മദ്യത്തിനുള്ള പണം പോലും ചിനുക്ക് തന്നെ നൽകണം. ചിനുക്ക് തന്റെ വിവാഹ ജീവിതത്തിൽ ഒട്ടും സന്തോഷവതിയായിരുന്നില്ല. രാത്രി മുഴുവൻ ജോലി ചെയ്ത് രാവിലെ വീട്ടിലെത്തുമ്പോൾ ഭർത്താവ് ഗോപാൽ ഒരു ശവം പോലെ കിടക്കുന്നത് അവൾ കാണുന്നു. ഇനി അവൻ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ എന്ന് ചിനുക്കിന് സംശയം തോന്നിപ്പോവാണ്. അവളിപ്പോൾ ആകെ വലഞ്ഞിരിക്കുകയാണ്. ഇത് മാത്രമാണെങ്കിൽ ചിനുക്കിന്റെ ജീവിതം ഒരുപക്ഷെ നന്നായി പോവായിരുന്നു. എന്നാൽ മദ്യലഹരിയിൽ മുങ്ങിയ ഗോപാൽ ചിനുക്കിന്റെ പണം കൊണ്ട് മദ്യപിച്ച് അവളെ തുടർച്ചയായി ഉപദ്രവിക്കുമായിരുന്നു. അവളെ അപമാനിക്കാനുള്ള ഒരു അവസരവും അവൻ പാഴാക്കിയില്ല. ചിനുക്ക് ഇതിൽ നിന്നെല്ലാം മടുത്തിരുന്നു. പിന്നീട് പത്രത്തിൽ ഒരു പരസ്യം കാണുന്നതോടെ അവളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാവുന്നു. പത്രത്തിൽ ഒരു കുക്കിംഗ് വർക്ക്ഷോപ്പിന്റെ പരസ്യം കാണുന്നു. ഇത് 3 ദിവസ വർക്ക്ഷോപ്പാണ്. അതിൽ ചില പ്രത്യേക ഭക്ഷണ പാചക കുറിപ്പുകൾ പഠിപ്പിക്കും. എന്നാൽ ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ കുറച്ചധികം പണം നൽകേണ്ടി വരും. ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ ചിനുക്കിന് വലിയ ആഗ്രഹമുണ്ട്. അവൾ തന്റെ സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് പണം അടുക്കളയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. പണം സുരക്ഷിതമാണോ എന്ന് അവൾ പരിശോധിക്കുകയാണ്. പണം കൃത്യമായി ഉണ്ടെന്ന് കണ്ട് അവൾക്ക് ആശ്വാസമാവുന്നുണ്ട്. അങ്ങനെ ആ കുക്കിംഗ് വർക്ക്ഷോപ്പിൽ ചേരാൻ അവൾ തീരുമാനിക്കുകയാണ്. പിറ്റേന്ന് ചിനുക്ക് ആ വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെ വേറെയും കുറെ സ്ത്രീകളുണ്ടായിരുന്നു. സാജിദ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിലാണ് ചിനുക്ക് എത്തിയത്. മേശകളെല്ലാം ഏകദേശം നിറഞ്ഞിരുന്നു. ഒരു മേശയും കസേരയും മാത്രമേ ഒഴിവുണ്ടായിരുന്നുള്ളൂ. അനുവാദം ചോദിച്ച് ചിനുക്ക് അവിടെ ഇരിക്കുകയാണ്. ആ മേശയിൽ ഷഹാന എന്ന പേരിലൊരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. അവൾ മുമ്പോട്ട് വന്ന് ചിനുക്കിനെ പരിചയപ്പെടുന്നു. ഷഹാനെ കണ്ടാൽ അവൾ വലിയൊരു പണക്കാരന്റെ വീട്ടിലെ മരുമകളാണെന്ന് മനസ്സിലാവും. ചിനുക്കാണെങ്കിൽ കഷ്ടപ്പെടുന്ന ഒരു സാധാരണ സ്ത്രീയും. അതുകൊണ്ട് തുടക്കത്തിൽ ഷഹാനയോട് അവൾക്ക് ചെറിയൊരു അപരിചിതത്വം തോന്നുന്നുണ്ട്. എന്നാൽ ഷഹാനയുടെ പെരുമാറ്റം വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവളും ചിനുക്കും തമ്മിൽ സൗഹൃദത്തിലാവുന്നു. പാചകം തുടങ്ങുമ്പോൾ ചിനുക്ക് വളരെ ആവേശത്തോടെ പറയുന്നുണ്ട്, ഇതുപോലെ ഏപ്രണൊക്കെ ധരിച്ച് ഒരു ആഡംബര അടുക്കളയിൽ പാചകം ചെയ്യണമെന്ന് എനിക്ക് കുറെ നാളെ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കൊരു സ്വപ്നമുണ്ട്, ഒരു ദിവസം സ്വന്തമായി എനിക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടാകുമെന്ന്. പക്ഷെ എൻ്റെ സ്വപ്നം സ്വപ്നമായി തന്നെ അവശേഷിക്കും. ജീവിതത്തിന്റെ ഇത്രയധികം ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ എൻ്റെ സ്വപ്നങ്ങൾ തകർന്നുപോയി. എൻ്റെ ഭർത്താവ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഡബ്ബിംഗ് ചെയ്താണ് ഞാൻ വീട് നോക്കുന്നത്. അപ്പോൾ ഷഹാന പറയുന്നുണ്ട്, കയ്യിൽ കിട്ടാത്തതിനെയാണല്ലോ നമ്മൾ സ്വപ്നം എന്ന് പറയുന്നത്. എന്നാലും സ്വപ്നം കാണുന്നത് നല്ലതാണ്. ഈ വാക്കുകൾ കേട്ട് ചിനുക്കിന് സന്തോഷം തോന്നുന്നുണ്ട്. ഇതിനുശേഷം ഷഹാന ചിനുക്കിനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട്. അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറയുന്നുണ്ട്, നിന്റെ മുടി വളരെ മനോഹരമാണ്. പക്ഷേ കുറച്ച് മുടി മുറിച്ചു മാറ്റി ചെറുതാക്കിയാൽ നീ കുറച്ചുകൂടി സുന്ദരിയാവും. മുടി ചെറുതാക്കിയാൽ നിന്റെ കണ്ണുകൾ നന്നായി കാണാം. ഇത്രയും മനോഹരമായ കണ്ണുകൾ ഒളിപ്പിച്ചു വെക്കരുത്. നിന്റെ സൗന്ദര്യം പുറത്തു കാണിക്ക്. ഷഹാനയുടെ വാക്ക് കേട്ട് ചിനുക്ക് അന്ന് തന്നെ മുടി മുറിച്ച് ചെറുതാക്കുന്നു. ജോലിയുടെ സമ്മർദ്ദത്തിൽ തന്നെ നഷ്ടപ്പെട്ട ചിനുക്ക് ഇപ്പോൾ സ്വന്തം കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. പിറ്റേന്ന് ചിനുക്ക് അണിഞ്ഞൊരുങ്ങി ജോലിക്ക് പോകാനായി ഇറങ്ങാണ്. വീട് വിട്ടിറങ്ങിയ ഉടനെ ചായക്കടയിൽ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്ന ഗോപാൽ അവളെ തടയുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചിനുക്കിനെ കളിയാക്കിക്കൊണ്ട് ഗോപാൽ ചോദിക്കുന്നുണ്ട്, ഇത്രയും അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടേക്കാണ് പോകുന്നത്? ചിനു പറയുന്നുണ്ട്, ഡബ്ബിംഗ് സെഷൻ ഉണ്ട്. ഗോപാൽ മോശമായി ആംഗ്യം കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ജോലിയുടെ പേരും പറഞ്ഞ് വേറെ എവിടേക്കെങ്കിലും പോവാണോ? വെറും ഡബ്ബിംഗ് മാത്രമേ ഉള്ളോ അതോ വേറെ വല്ലതും ഉണ്ടോ? ഗോപാലിന്റെ വർത്താനം കേട്ട് മടുത്ത് ചിനു അവളെ തള്ളി മാറ്റി പോകാൻ തുടങ്ങുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ഗോപാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചിനുക്കിന്റെ കവളത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ചിനുക്ക് ആകെ തരിച്ചുപോയി. അവൾ സ്വയം നിയന്ത്രിച്ച് വേഗത്തിൽ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. അവിടെ അവളുടെ വാടിയ മുഖം കണ്ട് ഷഹാന ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? ചിനു ആണെങ്കിൽ കരയാൻ തുടങ്ങാണ്. അവൾ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് എന്നെ ഒരു മനുഷ്യനായി പോലും കാണുന്നില്ല. അവൻ എപ്പോഴും എന്നെ ഉപദ്രവിക്കും. പക്ഷെ ഇന്ന് വഴിയിൽ വെച്ച് അയാളത് ചെയ്തത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഷഹാന അവളെ ആശ്വസിപ്പിക്കുകയും തൻ്റെ കഥ പറയുകയും ചെയ്യാണ്. ഷഹാനയുടെ ഭർത്താവ് അർജുൻ വളരെ വലിയൊരു IVF സർജനാണ്. അവൾക്ക് വീടും കാറും ആഭരണങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അർജുൻ്റെ കയ്യിൽ സമയവും സ്നേഹവും ഇല്ല. ഷഹാന കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്കെല്ലാം ഉണ്ട്, പക്ഷെ സംസാരിക്കാൻ മാത്രം ഒരാളില്ല. അന്ന് വീട്ടിൽ തിരിച്ചെത്തിയ ചിനുക്ക് ഗോപാലിനോട് പറയുന്നുണ്ട്, അവന്റെ ജോലിക്കായി അവൾ ഒരാളോട് സംസാരിച്ചിട്ടുണ്ടെന്ന്. ഗോപാൽ വീണ്ടും മോശമായി ആംഗ്യം കാണിച്ചുകൊണ്ട് പറയുന്നു, നീ എന്നെ അങ്ങാടിയിൽ വിറ്റല്ലേ, ഇനി ഞാൻ എന്ത് ജോലി ചെയ്യാനാണ്? ചിനുക്ക് ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് നാണമില്ലേ? അപ്പൊ ദേഷ്യത്തോടെ ഗോപാൽ പറയുന്നു,
പിന്നെ നീ എന്ത് ഭാര്യയാണ്? ഒരു കുഞ്ഞിനെ നൽകാൻ കഴിയാത്തോളം ഭാര്യയാണോ നീ? യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തിലെ ഒരു ശാപമാണ്. ഷിനുക്ക് നിശബ്ദയായി ഗോപാലിന്റെ ഈ പെരുമാറ്റം സഹിക്കുന്നു. പിറ്റേന്ന് വർക്ക്ഷോപ്പിന്റെ അവസാന ദിവസം ഷിനുക്ക് വളരെ സന്തോഷവതിയായിരുന്നു. അപ്പോഴാണ് ഷഹാനയ്ക്ക് ഭർത്താവ് അർജുന്റെ കോൾ വരുന്നത്. ഷഹാനയുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ബ്ലോക്ക് ചെയ്തതായി അർജുൻ പറയുന്നു. കാരണം അവൾ ഒരു വില കൂടിയ ഡയമണ്ട് ബ്രേസ്ലെറ്റ് വാങ്ങിയിരുന്നു. ഷഹാന കരഞ്ഞുകൊണ്ട് ജിനുക്കിനോട് പറയുന്നു, അർജുൻ എന്നെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ചു കൊല്ലും. ജിനുക്ക് അവളെ ആശ്വസിപ്പിക്കാനായി തമാശയ്ക്ക് പറയുന്നുണ്ട്, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, എന്റെ ഭർത്താവിനെ നീ കൊല്ല്, നിന്റെ ഭർത്താവിനെ ഞാനും കൊല്ലാം. രണ്ടുപേരും ഇല്ലാതായാൽ നമുക്ക് സമാധാനം കിട്ടും. ഷഹാന അത്ഭുതപ്പെടുകയാണ്. അപ്പൊ ചിരിച്ചുകൊണ്ട് ജിനുക്ക് പറയുന്നുണ്ട്, ഹേയ് ഞാൻ തമാശ പറഞ്ഞതാണ്. കുറെ നാളുകൾക്ക് ശേഷം ജിനുക്ക് മനസ്സ് തുറന്ന് ചിരിക്കുന്നുണ്ട്. ഷഹാന നിശബ്ദയായി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അടുത്ത ദിവസം ജിനുക്കിന്റെ വീട്ടിൽ ചെറിയൊരു കൊടുങ്കാറ്റ് തന്നെ ഉണ്ടാവുകയാണ്. ജിനുക്ക് കുക്കിംഗ് വർക്ക്ഷോപ്പിന് പോയെന്നും അതിൽ ചേരാൻ 1000 രൂപ ചെലവാക്കിയെന്നും ഗോപാൽ അറിയാണ്. ഗോപാൽ വീട്ടിലെ സാധനങ്ങൾ തല്ലി തകർക്കാൻ തുടങ്ങുന്നു. ഗോപാൽ ചോദിക്കുന്നുണ്ട്, ഇത്രയും പണം നിനക്ക് എവിടെ നിന്ന് കിട്ടി? തീർച്ചയായിട്ടും മോഷ്ടിച്ചതായിരിക്കും. ജിനുക്ക് പറയുന്നുണ്ട്, ഞാൻ എന്റെ അധ്വാനിച്ച പൈസയാണ് ചെലവാക്കിയത്, നിനക്ക് എന്താണ് പ്രശ്നം? ദേഷ്യം വന്ന ഗോപാൽ ഷിനുക്കിനെ തല്ലാൻ തുടങ്ങുകയും ബാൽക്കണിയിൽ കൊണ്ടുപോയി താഴേക്ക് തള്ളിയിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഷിനു ഇതെല്ലാം നിശബ്ദയായി സഹിക്കുകയാണ്. വൈകുന്നേരം ഷിനുക്ക് ഡബ്ബിങ്ങിനായി സ്റ്റുഡിയോയിൽ പോവാണ്. ജോലി നേരത്തെ തീർന്നതുകൊണ്ട് വോയിസ് റെക്കോർഡർ റോണിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. ജിനുക്കിന് ഇനി രാവിലെ വരെ അവിടെ കാത്തിരിക്കണം. അതുകൊണ്ട് അടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് വരാൻ റോണി പറയാണ്. ഗോപാൽ തന്നെ സംശയിക്കുന്നതുകൊണ്ട് അവളൊരു കള്ളം പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. രാവിലെ ആയപ്പോൾ ജിനുക്ക് ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങാണ്. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ വീടിന് മുന്നിൽ വലിയ ആൾക്കൂട്ടവും പോലീസ് നിൽക്കുന്നതും അവൾ കാണുന്നു. ജിനുക്ക് മുന്നോട്ട് ചെന്നപ്പോൾ ചോരയിൽ കുളിച്ച് ജീവനില്ലാതെ കിടക്കുന്ന ഗോപാലിന്റെ ശരീരമാണ് കണ്ടത്. ബാൽക്കണിയിൽ നിന്ന് വീണ് ഗോപാൽ മരിച്ചിരിക്കുന്നു. ഗോപാലിനെ ഈ അവസ്ഥയിൽ കണ്ട് ജിനുക്ക് ഞെട്ടുകയാണ്. എന്നാൽ അവൾക്കൊട്ടും ദുഃഖം തോന്നുന്നില്ല. അവൾ ശാന്തമായി വീടിനുള്ളിൽ കയറാണ്. വാതിലടയ്ക്കുന്നു, ചായ ഉണ്ടാക്കുന്നു, എന്നിട്ട് സ്വന്തം കൈകൊണ്ട് വളകളും മറ്റും അഴിച്ചു മാറ്റുന്നു. കുറച്ചു നേരത്തിന് ശേഷം ഇൻസ്പെക്ടർ ഭൂപൻ ജിനുക്കിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് മൊഴിയെടുക്കുന്നു. ജിനുക്ക് ശാന്തമായി എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നു. ഭൂപൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ ഭർത്താവിന്റെ മരണം അപകടമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? ജിനുക്ക് പറയുന്നുണ്ട്, അപകടമാണെന്നല്ലേ തോന്നുന്നത്? ഭൂപൻ പറയുന്നു, ഞങ്ങൾക്കും അത് തന്നെയാണ് തോന്നുന്നത്. അതിനുശേഷം അവർ ജിനുക്കിനെ പോകാൻ അനുവദിക്കുന്നു. വീട്ടിലെത്തിയ ജിനുക്ക് ആലോചിക്കുന്നുണ്ട്, ഗോപാലിന് ഇത് എങ്ങനെ സംഭവിച്ചു? ഷഹാനയുടെ മുന്നിൽ വെച്ച ഒരു തമാശയ്ക്ക് എന്റെ ഭർത്താവിനെ നീ കൊല്ല്, നിന്റെ ഭർത്താവിനെ ഞാൻ കൊല്ലു എന്ന് പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അതോർത്ത് ജിനുക്ക് കുറച്ച് അസ്വസ്ഥയാവുന്നു. എന്നാൽ ജിനുക്ക് ഇന്ന് വളരെ സന്തോഷവതിയാണ്. അവൾ പൂർണ്ണമായും സ്വതന്ത്രയാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുന്നു, നീല സാരി ഉടുത്ത് മഴയത്ത് നനയുന്നു. പിന്നീട് ഒരു ദിവസം ജിനുക്ക് ഷഹാനയെ കാണുന്നുണ്ട്. ഷഹാന രഹസ്യമായി പറയുന്നുണ്ട്, നിന്നെ കണ്ടതിൽ സന്തോഷം, ഞാൻ എൻ്റെ പണി ചെയ്തു. ഇനി നീ നിന്റെ പണി എപ്പോൾ ചെയ്യും? പറയേ. ഗോപാലിനെ തീർത്തല്ലോ, ഇനി നീ അർജുനെ കൊല്ലണം. നമുക്കിടയിൽ ഡീൽ ഉണ്ടായിരുന്നു ഇല്ലേ? ഷഹാനയുടെ വാക്കുകൾ കേട്ട് ജിനുക്ക് തരിച്ചു പോവാണ്. അവൾക്ക് അർജുനെ കൊല്ലേണ്ടി വരും. ഇതാലോചിച്ച് അവൾ വല്ലാതെ അസ്വസ്ഥയായി. ജിനുക്ക് വീട്ടിലെത്തുമ്പോൾ ഗോപാലിന്റെ ശരീരം കിടന്നിരുന്ന സ്ഥലത്ത് ഭൂപൻ വന്നിരിക്കുന്നത് കാണുന്നു. ഗോപാൽ മനഃപൂർവ്വം ചാടിയതാണോ അതോ അപകടത്തിൽ വീണതാണോ എന്ന് മനസ്സിലാക്കാൻ ഭൂപൻ അവിടെ കിടന്ന് നോക്കുകയായിരുന്നു. ഭൂപൻ ജിനുക്കിനോട് കുടിക്കാൻ ഒരു കപ്പ് പാല് ചോദിക്കുന്നുണ്ട്. പാല് കുടിക്കുന്നതിനിടയിൽ അയാൾ പറയുന്നുണ്ട്, ചിലപ്പോൾ ആരെങ്കിലും ഗോപാലിനെ തള്ളിയിട്ടതാകാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേസ് ആകെ മാറും. ജിനു ചോദിക്കുന്നുണ്ട്, ഗോപാലിനെ ആരെങ്കിലും കൊന്നതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഭൂപൻ പറയുന്നു, റിപ്പോർട്ട് വരാതെ ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ എന്തോ തകരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജിനുക്ക് പറയുന്നുണ്ട്, നിങ്ങൾ കേസിനെ കുറിച്ച് വല്ലാതെ ചിന്തിക്കുന്നുണ്ട്. ഭൂപൻ പറയുന്നു, കേസിനെ കുറിച്ച് ചിന്തിക്കുകയല്ലാതെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അയാൾ പോവാണ്. അതിനു മുമ്പ് തന്നെ ഭൂപൻ തന്റെ ജൂനിയർ ഓഫീസർ കാനായിയോട് ഗോപാലിന്റെ വീടിന്റെയും ജിനുക്കിന്റെ സ്റ്റുഡിയോയുടെയും പരിസരത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞിരുന്നു. ജിനുക്കിന്റെ ദിനചര്യ പരിശോധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. കാനായി ഭൂപനോട് പറയുന്നുണ്ട്, ജിനുക്കിന്റെ ദിനചര്യയിൽ കുഴപ്പമൊന്നുമില്ല, സംശയിക്കത്തക്കതായി ഒന്നും കിട്ടിയില്ല. ജിനുക്ക് രാത്രി 10 മണിക്ക് സ്റ്റുഡിയോയിൽ കയറി. പിറ്റേന്ന് രാവിലെ 6 മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. രാത്രി മുഴുവൻ അവൾ സ്റ്റുഡിയോയിൽ തന്നെയായിരുന്നു. ഭൂപൻ പറയുന്നുണ്ട്, എല്ലാം ഇത്ര ക്ലിയർ ആയിരിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് ഈ ജിനുക്ക് വളരെ ബുദ്ധിശാലിയാണെന്നാണ്. അവൾ എന്തോ ഒന്ന് ഒളിക്കുന്നുണ്ട്. അതിനുശേഷം ഗോപാലിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നന്നായി അന്വേഷിക്കാനും ജിനുക്കിനെ കുറിച്ചും അന്വേഷിക്കാനും ഭൂപൻ കാനായോട് പറയാണ്. വിവാഹത്തിന് മുൻപോ ശേഷമോ ജിനുക്കിന് മറ്റേതെങ്കിലും യുവാവുമായി ബന്ധമുണ്ടായിരുന്നോ എന്നറിയാനായിരുന്നു അത്. വീട്ടിലെത്തിയിട്ടും ഭൂപൻ കേസിനെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. അതേസമയം സ്റ്റുഡിയോയിൽ ജിനുക്ക് റെക്കോർഡിംഗ് ചെയ്യായിരുന്നു. എന്നാൽ അപ്പോഴും അവളുടെ മനസ്സിൽ ഷഹാനയുടെ വാക്കുകൾ മാത്രമായിരുന്നു. അർജുനെ കൊല്ലാൻ അവൾക്ക് ഒട്ടും മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് അറിയാതെ അവൾ അർജുന്റെ പേര് ഉറക്കെ വിളിച്ചു പോവാണ്. ഇത് റോണിക്ക് അല്പം വിചിത്രമായി തോന്നുകയാണ്. റോണി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജിനുക്ക് അത് കാര്യമാക്കാതെ വീണ്ടും റെക്കോർഡിങ്ങിന് പോവുകയാണ്. നേരത്തെ വീട്ടിലെത്തിയ ജിനുക്ക് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിലിൽ ആരോ മുട്ടുന്നുണ്ട്. വാതിൽ തുറന്നപ്പോൾ ഒരാൾ അവൾക്കൊരു പാഴ്സൽ നൽകിയിട്ട് പോവാണ്. പാഴ്സൽ തുറന്നു നോക്കിയപ്പോൾ അതിൽ വില കൂടിയ ഒരു സ്കാർഫും ഒരു കത്തും ഉണ്ടായിരുന്നു. അതിലിങ്ങനെ എഴുതിയിരുന്നു, നിന്റെ പുതിയതും സ്വതന്ത്രവുമായ ജീവിതത്തിന് ആശംസകൾ. ഇനി എന്നെ മോചിപ്പിക്കാനുള്ള ഊഴമാണ്. ഇത് കണ്ടപ്പോൾ ആ പാഴ്സൽ ഷഹാനയുടേതാണെന്ന് ജിനുക്കിന് മനസ്സിലായി. ജിനുക്ക് വല്ലാതെ ഭയന്ന് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. എന്നാൽ ആ സമയം ഭൂപൻ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല.
കാനായി ഫോണിൽ തിരക്കിലായിരുന്നു. ചിനുക്ക് അയാളോട് കാര്യം പറയാൻ പലതവണ ശ്രമിച്ചു. എന്നാൽ കാനായി അത് ശ്രദ്ധിച്ചില്ല. ഒടുവിൽ ദേഷ്യം വന്ന് ചിനുക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഭൂപൻ അവിടേക്ക് വരുന്നത്. എങ്കിലും ചിനുക്ക് അവനോട് ഒന്നും പറയാതെ കനത്ത മഴയത്ത് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി പോവാണ്. റോഡിനരികിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കുടയുമായി ഷഹാന അവളുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. അവളെ കണ്ടതോടെ ചിനുക്കിന്റെ പേടി പല മടങ്ങ് വർദ്ധിക്കുകയാണ്. ഷഹാന വളരെ ശാന്തമായി ചിനുക്കിനെ ഭീഷണിപ്പെടുത്തുന്നു. അവൾ പോലീസിനോട് തന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ താൻ ചിനുക്കിനെ കുറിച്ചും എല്ലാം പറയുമെന്ന് അവൾ പറയാണ്. കാരണം പരസ്പരം ഭർത്താക്കന്മാരെ കൊല്ലുക എന്ന ആശയം ആദ്യം മുന്നോട്ടേക്ക് വെച്ചത് ചിനുക്കായിരുന്നു. അതിന്റെ റെക്കോർഡ് CCTVയിൽ ഉണ്ടാവും. അന്ന് രാത്രി ഗോപാലിന്റെ മദ്യത്തിൽ സൈലോമ എന്ന ഉറക്ക ഗുളിക കലർത്തിയിരുന്നുവെന്നും ഷഹാന പറയുന്നു. അതുകൊണ്ടാണ് അന്ന് രാത്രി ഗോപാലിനെ കൊല്ലാൻ എളുപ്പമായത്. ഇത് കേട്ട് പേടിച്ചു പോയ ചിനുക്ക് പറയുന്നുണ്ട്, വിശ്വസിക്ക്, ഞാൻ പോലീസിനോട് ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി ഒന്നും പറയുകയില്ല. ഷഹാന പറയുന്നു, അത് വളരെ നല്ല കാര്യമാണ്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും സേഫാണ്. ഞാൻ നിന്റെ കാര്യം നടത്തി തന്നു, ഇനി നീ വേഗം എന്റെ കാര്യം ചെയ്തതാ. ഇത് പറഞ്ഞ് അവൾ ചിനുക്കിന്റെ കയ്യിൽ തന്റെ കുട കൊടുത്തിട്ട് പോവാണ്. ആ സമയത്ത് ഭൂപൻ വാതിൽക്കൽ വന്ന് നോക്കുമ്പോൾ ചിനുക്ക് സ്റ്റേഷന് പുറത്ത് നിൽക്കുന്നത് കാണുന്നുണ്ട്. അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ചിനുക്ക് അവിടെ നിന്ന് പോവാണ്. വീട്ടിലെത്തിയ ചിനുക്ക് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. പെട്ടെന്ന് മേൽക്കൂരയിൽ നിന്ന് വെള്ളം ഒലിക്കാൻ തുടങ്ങി. ആദ്യം അവൾ അത് കാര്യമാക്കിയില്ല. എന്നാൽ അടുത്ത നിമിഷം മേൽക്കൂര പൊളിഞ്ഞ് അവളുടെ തലയിലേക്ക് വെള്ളം കുത്തി ഒലിക്കാൻ തുടങ്ങി. സത്യത്തിൽ ഇതൊരു തോന്നൽ മാത്രമായിരുന്നു. ചെറിയ സൂചനകളെ അവഗണിച്ച് ചിനുക്ക് വലിയൊരു തെറ്റ് ചെയ്യുകയാണെന്നും അതിന്റെ ഫലം ഭീകരമായിരിക്കുമെന്നും ഇതിലൂടെ സൂചിപ്പിക്കുന്നുണ്ടാകാം. അടുത്ത ദിവസം ഗോപാലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാനായി ഭൂപന് കൊടുക്കുമ്പോൾ അവൻ അത് ബംഗാളിയിലേക്ക് മൊഴി മാറ്റി പറയാണ്. മദ്യത്തിന്റെ അളവ് വളരെ കൂടുതലായിരുന്നുവെന്നും അതുകൊണ്ട് ഗോപാൽ തെന്നി വീണതാണെന്നും. എന്നാൽ ഭൂപന് അത് ശരിയാണെന്ന് തോന്നുന്നില്ല. അവൻ കാനായെ കൊണ്ട് ഒറിജിനൽ ഇംഗ്ലീഷ് റിപ്പോർട്ട് വായിപ്പിക്കുന്നു. അപ്പോൾ ഗോപാലിന്റെ ശരീരത്തിൽ മദ്യം മാത്രമല്ല ഉറക്ക ഗുളികയുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാകുന്നു. ഭൂപൻ ഉടൻ ചിനുക്കിന്റെ വീട്ടിലെത്തി ചോദിക്കുന്നുണ്ട്, ഗോപാൽ ഉറക്ക ഗുളിക കഴിക്കാറുണ്ടായിരുന്നോ എന്ന്. മരുന്നിന്റെ പേര് കേട്ട് ജുനിക്ക് ഭയന്ന് ഷഹാന പറഞ്ഞതോർത്ത് സൈലോമ ടാബ്ലറ്റിന്റെ പേര് സ്വയം പറയുന്നു. ഭൂപന്റെ സംശയം കൂടുന്നുണ്ട്. കാരണം അവൻ മരുന്നിന്റെ പേര് പറഞ്ഞിരുന്നില്ല. ഭൂപൻ നിർബന്ധിച്ചപ്പോൾ ഗോപാല് തന്നെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നും മനുഷ്യനായി പോലും കണ്ടിരുന്നില്ലെന്നും ചിനുക്ക് പറയുന്നു. ഇതിനുശേഷം ചിനുക്ക് അക്കാദമിയിൽ പോയി ഷഹാനയുടെ സുഹൃത്തിനെ കാണുന്നുണ്ട്. ഷഹാന കള്ളം പറയുകയാണെന്ന് സുഹൃത്ത് പറയുന്നുണ്ട്. അർജുൻ വളരെ നല്ല മനുഷ്യനാണ്, പ്രശ്നം ഷഹാനയ്ക്കാണ്. ഷഹാന ആളുകളെ ഉപദ്രവിച്ച് സന്തോഷം കണ്ടെത്തുന്നവളാണെന്നും മൗസ്മി എന്നൊരു പാവം പെൺകുട്ടിയെ ഇതേപോലെ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അവൾ പിന്നീട് കാണാതായെന്നും സുഹൃത്ത് മുന്നറിയിപ്പ് നൽകുന്നു. ഷഹാനയിൽ നിന്ന് അകന്നു നിൽക്കാൻ സുഹൃത്ത് ചിനുക്കിനോട് പറയുന്നുണ്ട്. താൻ വലിയൊരു ആപത്തിലാണ് പെട്ടിരിക്കുന്നതെന്ന് ചിനുക്കിന് മനസ്സിലാവുന്നുണ്ട്. അവിടെ ഭൂപൻ സ്റ്റുഡിയോയിൽ പോയി റോണിയെ കാണുന്നു. റോണി വർത്തമാനത്തിനിടയിൽ പറഞ്ഞു പോകുന്നുണ്ട് റെക്കോർഡിങ്ങിനിടയിൽ ചിനുക്ക് പെട്ടെന്ന് അർജുന്റെ പേര് വിളിച്ച് നിലവിളിച്ചതെന്ന്. ഈ അർജുൻ ആരായിരിക്കുമെന്ന് ഭൂപൻ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. മറ്റൊരു വശത്ത് വീട്ടിലെത്തിയ ചിനുക്ക് ഗോപാലിനെ പോലെ മദ്യപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചുമയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഗോപാലിന് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അവൾ സങ്കല്പിക്കുന്നു. ഷഹാന സുഹൃത്തായി വന്നിട്ടുണ്ടാവും. ഗോപാലിന്റെ മദ്യത്തിൽ ഉറക്ക ഗുളികയായി സൈലോമ കലർത്തിയിട്ടുണ്ടാവും. ഗോപാൽ ലഹരിയിലായപ്പോൾ ഷഹാൻ അവനെ തന്ത്രപൂർവ്വം ബാൽക്കണിയിൽ എത്തിച്ച് പെട്ടെന്ന് താഴേക്ക് തള്ളിയിട്ടിട്ടും ഉണ്ടാവും. ഇതെല്ലാം ആലോചിച്ച് അവളുടെ നില തെറ്റാൻ തുടങ്ങാണ്. അന്ന് ഭൂപൻ നേരത്തെ വീട്ടിലെത്തുന്നുണ്ട്. അവന്റെ അമ്മ തമാശയ്ക്ക് പറയുന്നുണ്ട്, ഇന്ന് സൂര്യൻ എവിടെയാണ് ഉദിച്ചത്. ഭൂപൻ ചുനിക്കിന്റെ കേസിനെ കുറിച്ച് അമ്മയോട് പറയുന്നുണ്ട്. ഒരു തുമ്പും കിട്ടാത്തതുകൊണ്ട് തനിക്ക് മദ്യപിക്കണമെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നിന്റെ അച്ഛനും ഇതുപോലെ മദ്യം കുടിക്കുമായിരുന്നു, അത് കുടിച്ച് അദ്ദേഹം എന്നെ ക്രൂരമായി തല്ലുമായിരുന്നു. ഇത് കേട്ട് ഭൂപൻ നിശബ്ദനാവുന്നു. കാരണം അവന്റെ അമ്മയും ചിനുക്കിനെ പോലെ ഗാർഹിക പീഡനത്തിന്റെ ഇരയായിരുന്നു. ഇതിനിടയിൽ ചിനുക്ക് ഷഹാന നൽകിയ സ്കാർഫ് പുതച്ച് കണ്ണാടിയിൽ നോക്കുകയായിരുന്നു. എന്നാൽ സ്വന്തം രൂപത്തിന് പകരം ഷഹാനയുടെ മുഖമാണ് അവൾ കാണുന്നത്. ഇപ്പോൾ ഷഹാന മെല്ലെ അവളുടെ മനസ്സ് കീഴടക്കുകയാണ്. ഒരു കുക്കിംഗ് മത്സരത്തിൽ താൻ തന്റെ മാസ്റ്റർ പീസ് ഡിഷ് അവതരിപ്പിക്കുന്നത് അവൾ സ്വപ്നം കാണുന്നു. അത് അർജുന്റെ വെട്ടിയെടുത്ത തലയായിരുന്നു. ഇത് കണ്ട് ചിനുക്ക് ഞെട്ടി ഉണരുന്നു. എഴുന്നേറ്റ ഉടനെ പത്രക്കാരൻ അവൾക്ക് പത്രം നൽകുകയാണ്. ചിനുക്ക് പത്രം തുറന്നപ്പോൾ അതിനുള്ളിൽ ഒരുപാട് സിനിമാ ടിക്കറ്റുകൾ ഉണ്ടായിരുന്നു. ഇത് ഷഹാനയുടെ പണിയാണെന്ന് അവൾക്ക് മനസ്സിലായി. ചിനുക്ക് നിശബ്ദയായി സിനിമ ഹാളിലെത്തുകയാണ്. അവിടെ ഷഹാന അവളുടെ മുന്നിൽ വന്ന് പറയുന്നുണ്ട്, നിനക്ക് വളരെ മടിയാണ്, നിന്റെ ഭർത്താവിനെ പോലെ നിനക്കും ഒരു തള്ളു തരേണ്ടി വരും. ഷഹാന അവൾക്ക് അർജുന്റെ എല്ലാ വിവരങ്ങളും നൽകുകയും വേഗം പണി തീർക്കാൻ പറയുകയും ചെയ്യാണ്. ചിനുക്ക് എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും ഷഹാൻ അവിടെ നിന്ന് പോവാണ്. പിറ്റേന്ന് ചിനുക്ക് അർജുനെ കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്റർനെറ്റിൽ പ്രശ്നം ഉണ്ടാവുന്നു. അവൾ പെട്ടെന്ന് സ്റ്റുഡിയോയിലെത്തി കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ റോണിയുടെ സഹായം തേടുന്നു. ചിനുക്ക് അവിടെ അർജുനെ കുറിച്ച് സെർച്ച് ചെയ്യാണ്. പണി തീരുന്നതിന് മുമ്പ് തന്നെ റോണി അവിടെ എത്തുകയാണ്. സ്ക്രീനിൽ അർജുന്റെ ഫോട്ടോ കണ്ട് റോണിക്ക് സംശയം തോന്നുന്നുണ്ട്. ചിനുക്ക് അത് കാര്യമാക്കാതെ അവിടെ നിന്ന് പോവാണ്. റോണി ബ്രൗസിംഗ് ഹിസ്റ്ററി പരിശോധിക്കുകയും അർജുന്റെ പേര് കണ്ട് ആശങ്കയിലാവുകയും ചെയ്യുകയാണ്. ഇവിടെ ഭൂപൻ ഇപ്പോഴും ജുനിക്കിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ്. ഇതൊരു ആക്സിഡന്റ് കേസാണെന്ന് കാനായി പറയുന്നുണ്ട്. എന്നാൽ മരുന്നിന്റെ പേര് അറിഞ്ഞത് ഭൂപനെ സംശയത്തിലാക്കുന്നു. അപ്പോഴാണ് റോണിയുടെ കോൾ വരുന്നത്. ചിനുക്ക് തന്റെ സ്റ്റുഡിയോയിൽ വന്ന അർജുനെ കുറിച്ച് അന്വേഷിച്ചു എന്ന് അവൻ ഭൂപനോട് പറയുന്നു. ചിനുക്കിനെ സഹായിക്കണമെന്ന് റോണി ഭൂപനോട് അപേക്ഷിക്കുന്നു. പിറ്റേന്ന് ചിനുക്ക് അർജുനെ പിന്തുടർന്ന് പോവാണ്.
പുറകെ ഭൂപനും കാനായും പോകുന്നുണ്ട്. അർജുൻ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. ചിനുവും അവനെ ഫോളോ ചെയ്യുന്നു. ഗാർഡ് തടഞ്ഞപ്പോൾ 5ാം നിലയിലെ വേലക്കാരിയാണെന്നും പുഷ്പ എന്നാണ് പേരെന്നും ചിനുക്ക് കള്ളം പറയാണ്. ചിനു അകത്ത് കയറി 10ാം നിലയിൽ അർജുൻ ഒരു പെൺകുട്ടിയുടെ അടുത്തിരിക്കുന്നത് കാണുന്നു. അവന് അവിഹിത ബന്ധമുണ്ടെന്ന് അതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. പെൺകുട്ടി പോയ ഉടനെ ചിനുക്ക് പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ അവൾ ഭൂപനെ കാണുന്നു. ഭൂപൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇത്ര ദൂരം എന്തിനാണ് വന്നത്? ഇവിടെ എന്താണ് ചെയ്യുന്നത്? പൂച്ചകളെ നോക്കാൻ വന്നതാണെന്ന് ചിനുക്ക് കള്ളം പറയുന്നു. ഭൂപൻ ആ കള്ളം മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് കുറ്റവാളികളെ പിടിക്കാൻ തടസ്സമാകരുതെന്ന് പറഞ്ഞ് അവളോട് പോകാൻ പറയുന്നു. അവിടെ റോണി അവളെ ഒരു വലിയ ക്ലയന്റിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആ ക്ലയന്റ് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ഷഹാനയായിരുന്നു. തനിച്ച് കിട്ടിയപ്പോൾ അർജുനെ കൊല്ലാൻ ഷഹാന ചിനുക്കിനോട് പറയുന്നു. എനിക്കൊരു കൊലയാളിയാകാനൊന്നും വയ്യെന്നും നിനക്ക് വേണമെങ്കിൽ ഡിവോഴ്സ് നോക്കിക്കൂടെ എന്നും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഷഹാന സമ്മതിക്കുന്നില്ല. അർജുന്റെ ഡയബറ്റീസ് വെച്ചുള്ള ഒരു പുതിയ പ്ലാൻ പറയാണ്. അർജുന്റെ ഇൻസുലിനിൽ വിഷം ചേർക്കണം. ഇവിടെ ഭൂപനാണെങ്കിൽ കടക്കാരനായ നീതായോട് ചോദിക്കുന്നുണ്ട് അവൻ ഗോപാലിന് സൈലോമ നൽകിയിരുന്നു എന്ന്. ആ മരുന്ന് തന്റെ കടയിൽ വിൽക്കാറില്ലെന്ന് നിതായ് പറയാണ്. അതോടെ ഗോപാലിന്റെ മദ്യത്തിൽ മറ്റാരോ ഉറക്കുഗുളിക കലർത്തിയെന്ന് ഭൂപന്റെ സംശയം ഉറപ്പാവുന്നു. പിറ്റേന്ന് ചിനുക്ക് വിഷവുമായി അർജുന്റെ അപ്പാർട്ട്മെന്റിൽ കയറുന്നു. അവൾ ഇൻസുലിനിൽ വിഷം ചേർക്കാൻ തുടങ്ങുന്നു. എന്നാൽ കഴിഞ്ഞ രാത്രി അർജുൻ ചെയ്ത സഹായം ഓർത്ത് അവൾ നിൽക്കുകയാണ്. അവൾ തിരികെ പോകാൻ തുടങ്ങുമ്പോൾ അർജുന്റെ ലാപ്ടോപ്പിൽ ഒരു മെസ്സേജ് വരുന്നു. ചിനുക്ക് ലാപ്ടോപ്പ് പരിശോധിക്കുന്നുണ്ട്. അതിൽ ചെറിയ പെൺകുട്ടികളുടെ കുറെ ഫോട്ടോകളും മെഡിക്കൽ റിപ്പോർട്ടുകളും കാണുന്നു. ചിനുക്ക് അതിന്റെ എല്ലാം ഫോട്ടോ ഫോണിൽ പകർത്തുന്നുണ്ട്. അർജുൻ ബാത്റൂമിൽ നിന്ന് വരുന്നതിന് മുമ്പ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ചിനുക്ക് നേരെ ഭൂപന്റെ അടുത്തെത്തി ഫോട്ടോകൾ കാണിക്കുന്നുണ്ട്. ഭൂപൻ ആ സത്യം വെളിപ്പെടുത്തുന്നു. ഇതൊരു ഇന്റർനാഷണൽ ഓപ്പറേഷൻ ആണ്. ഡോക്ടർ എന്ന വ്യാജേന അർജുൻ മനുഷ്യഭ്രൂണങ്ങളുടെ അനധികൃത കച്ചവടവും പെൺകുട്ടികളെ കടത്തുകയും ചെയ്യുന്നുണ്ട്. ഷഹാനയുടെ സ്വന്തം കുഞ്ഞിനെയും അർജുൻ ഇതേപോലെ കടത്തിയിട്ടുണ്ടെന്ന് ഭൂപൻ പറയുന്നു. അതുകൊണ്ടാണ് ഷഹാനയുടെ പേരും ലിസ്റ്റിലുള്ളത്. ഷഹാനയും ഒരു ഇരയാണെന്ന് അറിഞ്ഞ് ചിനുക്ക് ഞെട്ടുകയാണ്. ഫോണിലെ ഫോട്ടോകൾ കോടതിയിൽ തെളിവായി നൽകില്ലെന്ന് ഭൂപൻ പറയുന്നു. ഗോപാലിന്റെ മരണത്തെ ഈ കേസുമായി ബന്ധിപ്പിക്കാൻ കൂടുതൽ തെളിവുകളും ഷഹാനയുടെ സാക്ഷിമൊഴിയും വേണം. ഇതിനുശേഷം ഷഹാനയുടെ വിലാസം കണ്ടുപിടിക്കാൻ ആ സ്കാർഫ് എടുത്തുകൊണ്ട് ചിനുക്ക് സ്കാർഫ് വിൽക്കുന്ന കടയിൽ പോവുകയാണ്. ഷഹാന ആ സ്കാർഫ് വാങ്ങിയത് അവിടെ നിന്നായിരുന്നു. അങ്ങനെ ആ കടയിൽ നിന്ന് ചിനുക്ക് ഷഹാനയുടെ വിലാസം സംഘടിപ്പിക്കുന്നു. രാത്രി അവൾ ഷഹാനയുടെ വീടിന് മുന്നിൽ പോവുകയാണ്. കുറച്ചു കഴിഞ്ഞ് ഷഹാന വീട്ടിലെത്തുമ്പോൾ അവിടെ ചിനുക്കിനെ കാണുന്നു. ഷഹാന ചിനുക്കിനെയും കൂട്ടി ഒരിടത്ത് പോയി ഇരിക്കുന്നുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട്, ഇത്തവണയും നിനക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലേ? ചിനുക്ക് പറയുന്നുണ്ട്, ഷഹാന നീ വിചാരിക്കുന്ന പോലെയല്ല അർജുൻ. ഷഹാന ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവൻ നിന്നെയും മാനേജ് ചെയ്തോ? ചിനുക്ക് പറയുന്നുണ്ട്, ഞാൻ വീണ്ടും അർജുന്റെ അപ്പാർട്ട്മെന്റിൽ പോയിരുന്നു. ഷഹാന ചോദിക്കുന്നുണ്ട്, അവിടെ എന്ത് കണ്ടു? വീണ്ടും പുതിയൊരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടാവും. അതെനിക്കറിയാവുന്നതല്ലേ? ചിനുക്ക് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്നത് വളരെ ചെറിയ കാര്യമാണ്. വിഷയം അതിലും വലുതാണ്. കുഴപ്പം പിടിച്ചതാണ്. നിന്റെ ഭർത്താവ് അർജുൻ ഒരു ക്രിമിനലാണ്. ഇത് കേട്ട് ഷഹാന ചിരിക്കുന്നുണ്ട്. ചിനുക്ക് പറയുന്നു, സോൾട്ട് ലേക്കിലുള്ള അർജുന്റെ IVF ക്ലിനിക്ക് സത്യത്തിൽ ഇല്ലീഗലാണ്. പെൺകുട്ടികളുടെ ഭ്രൂണം എടുത്ത് അവൻ രാജ്യത്തും വിദേശത്തും കടത്തുകയാണ്. ചെറിയ പെൺകുട്ടികളുടെ ശരീരത്തിൽ ഹോർമോൺ കുത്തിവെച്ച് ഇതിനെല്ലാം തയ്യാറാക്കുന്നു. അവരിൽ ചിലരെ ഗേൾഫ്രണ്ടായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. വിദേശി ദമ്പതികൾ വരുമ്പോൾ ഈ കൊച്ചു പെൺകുട്ടികളെ സറോഗേറ്റായി ഉപയോഗിക്കുന്നുവെന്നും സ്ത്രീകളുടെ ഭ്രൂണം ഹാർവെസ്റ്റ് ചെയ്യുന്നുവെന്നും ചുനുക്ക് പറയുന്നു. എന്നാൽ ഷഹാന ചിനുക്കിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അവൾ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെ കഥകളാണ് ഈ പറയുന്നത്? ചിനുക്ക് പറയുന്നുണ്ട്, ഞാൻ വെറുതെ പറയുന്നതല്ല. അർജുന്റെ ലാപ്ടോപ്പിൽ ഞാൻ എല്ലാം കണ്ടു. 1-2 സ്ത്രീകൾ മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവരുടെ ഫോട്ടോകളും റെക്കോർഡുകളും കോൺട്രാക്റ്റുകളും എല്ലാം ഉണ്ടായിരുന്നു. ചിനുക്ക് ഷഹാനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുഞ്ഞിനെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന്? ഷഹാന പറയുന്നുണ്ട്, ഞാനെങ്ങനെ മറക്കും ചിനുക്ക്? അർജുൻ വന്നതിനോട് പറഞ്ഞു നമ്മുടെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വെച്ച് തന്നെ മരിച്ചുപോയെന്ന്. ഇനി എനിക്ക് അമ്മയാകാൻ കഴിയില്ലെന്നും. അതിനുശേഷമാണ് എൻ്റെ ജീവിതം തകിടം മറിഞ്ഞത്. ചിനുക്ക് പറയുന്നുണ്ട്, കുഞ്ഞ് അർജുൻ്റേതായിരുന്നു. ഷഹാന പറയുന്നു, അർജുന് സ്പേം കൗണ്ട് വളരെ കുറവായിരുന്നു. ബയോളജിക്കലി അവൻ അച്ഛനാകാൻ കഴിയില്ല. അതുകൊണ്ട് സറോഗേറ്റ് വഴിയാണ് കുഞ്ഞിനെ എടുത്തത്. ചിനുക്ക് പറയുന്നുണ്ട്, ഗോപാലിനും ഇതേ പ്രശ്നമായിരുന്നു. സ്പേം കൗണ്ട് കുറവായിരുന്നു. ഷഹാന പറയുന്നു, ക്ലിനിക്കിൽ വെച്ചാണ് ഞാൻ അർജുനെ കണ്ടുമുട്ടിയത്. ഞാൻ അവൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. എനിക്കൊരു സിംഗിൾ മദർ ആകണമായിരുന്നു. അപ്പോൾ അർജുൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് എടുത്ത ഒരു കുടുംബത്തിൻ്റെ ഫോട്ടോ ചിനുക്ക് ഫോണിൽ ഷഹാനയെ കാണിക്കുന്നു. അത് കണ്ട് ഷഹാന ചോദിക്കുന്നുണ്ട്, ഇതാരാണ്? അവിടെയുള്ള ഒരു കൊച്ചുകുട്ടിയെ കാണിച്ചുകൊണ്ട് ചിനുക്ക് പറയുന്നുണ്ട്, ഇത് നിന്റെ കുഞ്ഞാണ്. അർജുൻ നിന്റെ ഭ്രൂണം മോഷ്ടിച്ച് സ്വീഡനിലേക്ക് കടത്തി. കുഞ്ഞ് അവിടെയാണ് ജനിച്ചത്. ഇത് കേട്ട് ഷഹാന ആകെ ഞെട്ടിപ്പോവാണ്. അവൾ ആ കുഞ്ഞിന്റെ ഫോട്ടോ നോക്കി കരയാൻ തുടങ്ങുന്നു. രാത്രിയിൽ ഷഹാന തന്റെ കുഞ്ഞിനെ തിരികെ കിട്ടാൻ എങ്ങനെയൊക്കെയോ സ്വീഡനിലെ ആ ആളുടെ നമ്പർ കണ്ടുപിടിക്കുന്നു. അവൾ അയാളെ വിളിച്ച് കുഞ്ഞിനെ കുറിച്ച് ചോദിക്കുകയാണ്. എന്നാൽ അയാൾക്ക് സ്വീഡിഷ് ഭാഷ മാത്രമേ അറിയായിരുന്നുള്ളൂ. അതുകൊണ്ട് ഷഹാന പറയുന്നത് മനസ്സിലാകാതെ അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. ഷഹാന സ്വീഡിഷ് ചൈൽഡ് സർവീസിലേക്ക് വിളിച്ചു പറയുന്നു, ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ മകൾ സ്വീഡനിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് തട്ടിയെടുത്തതാണ്. ചൈൽഡ് സർവീസ് ചോദിക്കുന്നുണ്ട്, അഡോപ്ഷന്റെയോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിന്റെയോ എന്തെങ്കിലും ഔദ്യോഗിക രേഖകൾ നിങ്ങളുടെ കൈവശമുണ്ടോ? എൻ്റെ കൂടെ നടന്നതെല്ലാം നിയമവിരുദ്ധമാണെന്നും ഭർത്താവ് കുഞ്ഞിനെ തട്ടിയെടുത്ത് കടത്തിയതാണെന്നും ഷഹാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ചൈൽഡ് സർവീസ് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും, പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക രേഖകളില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നു.
ഷഹാന ഭ്രാന്ത് പിടിച്ച പോലെ ആവുന്നുണ്ട്. കുഞ്ഞിന്റെ ഫോട്ടോ പിടിച്ച് അവൾ ഉറക്കെ കരയാൻ തുടങ്ങുകയാണ്. പാവം, ഇത്രയും നേരം തൻ്റെ കുഞ്ഞ് മരിച്ചുവെന്നാണ് അവൾ കരുതിയിരുന്നത്. എന്നാൽ സത്യം അറിഞ്ഞപ്പോൾ കുഞ്ഞിനെ കിട്ടാൻ അവൾക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. പക്ഷേ ഷഹാനയ്ക്ക് ആരിൽ നിന്നും ഒരു സഹായവും കിട്ടുന്നില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് അവൾ നിസ്സഹായായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ചിനുക്കും ഭൂപനും ചേർന്ന് അർജുനെ പിടികൂടാനൊരു പദ്ധതി തയ്യാറാക്കുന്നു. പിറ്റേന്ന് പ്ലാൻ അനുസരിച്ച് ചിനുക്ക് സുന്ദരിയായി ഒരുങ്ങി ഭൂപനെയും കൂട്ടി അർജുന്റെ ക്ലിനിക്കിൽ പോവാണ്. അവരൊരു ദമ്പതികളായിട്ടാണ് അർജുന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്. കുറച്ചു കഴിഞ്ഞ് ഭൂപനെയും ചിനുക്കിനെയും അർജുന്റെ ക്യാബിനിലേക്ക് വിളിക്കുന്നു. അർജുൻ പറയുന്നുണ്ട്, നിങ്ങൾ വിദേശത്ത് നിന്ന് എന്നെ കാണാൻ വന്നതല്ലേ? ഇന്ന് രാത്രി തന്നെ നിങ്ങൾ മലേഷ്യയിലേക്ക് മടങ്ങുമെന്ന് കേട്ടു. ഭൂപൻ പറയുന്നുണ്ട്, അതെ, പക്ഷെ പോകുന്നതിന് മുമ്പ് താങ്കളെ ഒന്ന് കാണണമെന്ന് കരുതി. താങ്കളെ കുറിച്ച് ഞാൻ ഒരുപാട് നല്ലത് കേട്ടിട്ടുണ്ട്. അർജുൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും? ഭൂപൻ പറയുന്നു, ഞങ്ങൾ ക്വാലലംപൂരിലാണ് താമസിക്കുന്നത്. 10 വർഷമായ ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. മലേഷ്യയിലെ ബെസ്റ്റ് ഡോക്ടർ, ബെസ്റ്റ് ഫെസിലിറ്റി എല്ലാം നോക്കി. പക്ഷേ അവിടെ നിയമപരമായ കാര്യങ്ങൾ വളരെ സങ്കീർണമാണ്. എല്ലാവരും പറയുന്നത് താങ്കളെ കണ്ടാൽ എന്തെങ്കിലും സഹായം കിട്ടുമെന്നാണ്. അർജുൻ പറയുന്നു, ഇവിടെ വരുന്നത് ഒരിക്കലും വെറുതെ ആവില്ല. ചിലപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് വേറിട്ട രീതിയിൽ സമീപിക്കേണ്ടി വരും, പ്രത്യേകിച്ചും ഞങ്ങളുടെ ഇന്റർനാഷണൽ ക്ലയൻസിന് വേണ്ടി. ഭൂപന്റെ ഷർട്ടിൽ ഒരു മൈക്രോഫോൺ ഉണ്ടായിരുന്നു. പുറത്ത് കാറിലിരുന്ന് റോണിയും കാനായും ഇവരുടെ സംസാരമെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അർജുൻ പറയുന്നു, ലോകം വളരെ ചെറുതായിരിക്കുന്നു, പക്ഷേ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും മതിലുകൾക്ക് ഉയരം കൂടി. ആ മതിലുകളിലെ വാതിലുകളും ജനലുകളും കണ്ടെത്തുക എന്നതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. ഞങ്ങൾ അതിർത്തികളിൽ വിശ്വസിക്കുന്നില്ല, പരിഹാരങ്ങളിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. അർജുൻ തന്റെ ബിസിനസിനെ കുറിച്ച് വിശദമായി പറയാൻ തുടങ്ങുന്നു. അവൻ പറയുന്നുണ്ട്, നിങ്ങളുടെ കേസ് വളരെ എളുപ്പമാണ്. അർജുൻ അവിടെ വെച്ച് സറഗസിയെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതൊക്കെ എൻ്റെ ടീം നോക്കിക്കോളും, നിങ്ങളൊന്നും ചെയ്യണ്ട. ക്വാലാലംപൂരിൽ നിന്ന് നിങ്ങളുടെ സാധാരണ ജീവിതം തുടരാം. ഞങ്ങൾ എല്ലാ മാസവും അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കും. ഒടുവിൽ ഒരു പാഴ്സൽ കൈപ്പറ്റുന്ന പോലെ വന്ന് കുഞ്ഞിനെയും കൊണ്ടുപോവാം. ഭൂപൻ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിനെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകും? അർജുൻ പറയുന്നു, ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ഭാര്യയുടെ പേരായിരിക്കും ഉണ്ടാവുക. കുഞ്ഞിനെ ഇന്ത്യയിൽ വെച്ച് ഇവർ പ്രസവിച്ചു എന്നേ തോന്നും. സറഗസിയെക്കുറിച്ച് അതിൽ പരാമർശിക്കുകയില്ല. അതുകൊണ്ട് അഡോപ്ഷൻ നടപടികളെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കില്ല. ചിനുക്ക് പറയുന്നുണ്ട്, പ്രസവ സമയത്ത് കൂടെ ഉണ്ടാവണമെന്ന് എൻ്റെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കാര്യം എനിക്ക് അമ്മയിൽ നിന്ന് മറച്ചു വയ്ക്കാൻ കഴിയില്ല. ഭൂപൻ പറയുന്നു, ഇതൊക്കെ മലേഷ്യയിലാണെങ്കിൽ സാധാരണമാണ്, പക്ഷെ ഇന്ത്യയിൽ നിന്ന് സറഗേറ്റ് മദറെ കൊണ്ടുപോയാൽ പ്രശ്നമാവും. അർജുൻ പറയുന്നു, ഒരു പ്രശ്നവുമില്ല, ഞങ്ങളുടെ കയ്യിൽ പ്ലാറ്റിനം പാക്കേജ് ഉണ്ട്. അതിനെക്കുറിച്ച് ചെലവ് കൂടുതലാണ്. ഇതിൽ ഞങ്ങൾ സറഗേറ്റിനെ അയക്കില്ല, പകരം ഭ്രൂണത്തെ അയക്കും. ഇവിടെ നിങ്ങൾക്കായിട്ട് മാത്രം ആരോഗ്യകരമായ ഒരു ഭ്രൂണം തയ്യാറാക്കും. എന്നിട്ട് ഞങ്ങൾ ആ ഭ്രൂണം ക്വാലാലംപൂരിലെ പാർട്ട്ണർ ക്ലിനിക്കിലേക്ക് അയക്കും. ഇംപ്ലാന്റ് ചെയ്യുന്നത് മലേഷ്യയിൽ തന്നെയായിരിക്കും. കുഞ്ഞ് നിങ്ങളുടെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ ജനിക്കും. ചിനുക്ക് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിയമപരമാണോ? അർജുൻ പറയുന്നു, സത്യത്തിൽ നിയമം ശാസ്ത്രത്തെക്കാൾ വളരെ പിന്നിലാണ്. ജീവൻ ഉണ്ടാക്കാനാണ് ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. ജീവൻ, സന്തോഷം, ഇതിനൊക്കെയാണ് ഞങ്ങൾ വില കൽപ്പിക്കുന്നത്. ഇതിലും വലിയൊരു നിയമം വേറെ ഉണ്ടോ? ഭൂപനും ചിനുക്കും വളരെ തന്ത്രപൂർവ്വം അർജുനെ കൊണ്ട് അവന്റെ അനധികൃത ബിസിനസിന്റെ എല്ലാ വിവരങ്ങളും പറയിപ്പിക്കുന്നു. അതെല്ലാം റോണിയും കാനായും ലാപ്ടോപ്പിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒടുവിൽ ഭൂപനും ചിനുക്കും അവരുടെ പദ്ധതിയിൽ വിജയിക്കുന്നു. രാത്രിയിൽ ചിനുക്ക് ഷഹാനയുടെ വീട്ടിൽ പോകുന്നുണ്ട്. ഷഹാന തന്റെ കുഞ്ഞിനെ ഓർത്ത് വിഷമത്തിലായിരുന്നു. അവൾ ചിനുക്കിനോട് ചോദിക്കുന്നുണ്ട്, നിന്നെ കൊണ്ട് വല്ലതും നടന്നോ? ചിനുക്ക് പറയുന്നുണ്ട്, എന്തെങ്കിലും നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ, പക്ഷേ എനിക്ക് നിന്റെ അർജുനെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഷഹാന പറയുന്നുണ്ട്, സാരമില്ല, എനിക്ക് നിന്റെ ഗോപാലിനെയും കൊല്ലേണ്ടി വന്നില്ലല്ലോ. ഇവിടെ ഫ്ലാഷ് ബാക്കിൽ ഗോപാലിന്റെ മരണത്തിന്റെ ദൃശ്യം കാണിക്കുന്നു. അന്ന് രാത്രി ഷഹാന ഗോപാലിന്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, ചിനുക്കിന് ഇപ്പോൾ എൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഗോപാൽ അമിതമായി മദ്യപിച്ചിരുന്നു. അതുകൊണ്ട് അവൻ സ്വയം നിയന്ത്രണം വിട്ട് കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീണ് മരിക്കുകയായിരുന്നു. ഗോപാലിന്റെ മരണത്തിൽ ഷഹാനയ്ക്ക് ഒരു പങ്കുമില്ലായിരുന്നു. അത് പൂർണ്ണമായും ഒരു അപകടമായിരുന്നു. എങ്കിലും ആ സംഭവം മുതൽ ഷഹാന ഭയന്നിരുന്നു. പ്രസന്റിൽ ഇത് കേട്ട് ചിനുക്ക് ചിരിക്കുന്നുണ്ട്. അവൾ ഇപ്പോൾ സത്യമായും സന്തോഷവതിയാണ്. ഇവിടെ അർജുൻ ഒരു സെമിനാറിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഭൂപൻ പോലീസ് ഫോഴ്സുമായി വന്ന് അർജുനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇത് കണ്ട് മാധ്യമ പ്രവർത്തകർ ഞെട്ടുന്നുണ്ട്. ഭൂപൻ മൈക്കിന് മുന്നിൽ ചെന്ന് പറയുന്നു, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അനധികൃത സറഗസി, ഭ്രൂണക്കടത്ത് എന്നിവയ്ക്ക് അർജുൻ സെന്നിനെ അറസ്റ്റ് ചെയ്യുന്നു. മാധ്യമ പ്രവർത്തകർ ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. നല്ലൊരു മനുഷ്യന്റെ മുഖംമൂടിക്ക് പിന്നിൽ അർജുൻ ഇത്രയും നാൾ ഇങ്ങനെ ഒരു നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്യുകയായിരുന്നു എന്ന് കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുന്നു. ഇതെല്ലാം കണ്ട് ഷഹാനയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. അവൾ ചിനുക്കിനെ കെട്ടിപ്പിടിച്ച് കരയുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അതിനുശേഷം ഷഹാന ചിനുക്കിനോട് പറയുന്നുണ്ട്, ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചിനുക്ക് പറയുന്നു, നിന്നെ കോപ്പി ചെയ്തതാണ്. ഷഹാന പറയുന്നുണ്ട്, ഒറിജിനലിനേക്കാളും നന്നായിട്ടുണ്ട്. പിന്നീട് എല്ലാ ന്യൂസ് ചാനലുകളിലും അർജുനെ അറസ്റ്റ് ചെയ്ത വാർത്ത വരുന്നു. സറഗസിക്കായി അർജുൻ കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയെ പോലീസ് അവന്റെ ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതും വാർത്തയിൽ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഷഹാന സന്തോഷിക്കുന്നു. സ്വീഡനിലുള്ള തന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോകാൻ അവൾ ടിക്കറ്റ് എടുത്തിരുന്നു. ആ ടിക്കറ്റ് കയ്യിൽ പിടിച്ച് അവൾ പുഞ്ചിരിക്കുകയാണ്. ഒടുവിൽ താൻ തന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോവുകയാണല്ലോ എന്നോർത്ത് അവൾക്ക് വലിയ സന്തോഷം തോന്നി. കഥയുടെ അവസാനം ഭൂപൻ തന്റെ പൂച്ചയുടെ അടുത്ത് വന്നിരിക്കുന്നത് കാണിക്കുന്നു. ഇത്രയും നാളായിട്ടും ചെടിയിൽ പൂവ് വിരിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവന് സങ്കടമായിരുന്നു. എന്നാൽ ഇന്ന് ആ ചെടിയിൽ ഒരു പൂവ് വിരിഞ്ഞിരിക്കുന്നു. അത് കണ്ട് ഭൂപൻ പറയുന്നുണ്ട്, ഒടുവിൽ നീ വിരിഞ്ഞല്ലേ? ചെടിയുടെ ഒരു ഇല നശിച്ചു പോയിരുന്നു. ഭൂപൻ ആ ഇല കയ്യിലെടുത്ത് പറയുന്നുണ്ട്,
നിന്നെ വിരിയിക്കാൻ ഒരാൾക്ക് മരിക്കേണ്ടി വന്നു. പ്രകൃതി ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും ബാലൻസ് ചെയ്യുന്നത്. മഴ കൂടിയാൽ വേര് ചീഞ്ഞു പോകും, വെയിൽ കൂടിയാൽ ഇല കരിഞ്ഞു പോകും, അഹങ്കാരം കൂടിയാൽ എന്തെങ്കിലും ഒരിക്കൽ വിനാശം സംഭവിക്കും. അതിനുശേഷം പാട്ടും പാടി ഭൂപൻ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നു. കഥയുടെ ഒടുവിൽ ചിനുക്കൊരു പുതിയ സിനിമയ്ക്ക് ശബ്ദം നൽകുന്നത് കാണിക്കുന്നു. റോണി അത് റെക്കോർഡ് ചെയ്യുന്നു. ഡബ്ബിംഗ് കഴിഞ്ഞ നാളെ ഒന്നിച്ച് കോഫി കുടിക്കാൻ ചിനുക്ക് റോണിയെ ക്ഷണിക്കുന്നു. റോണി സമ്മതിക്കുന്നുണ്ട്. ചിനുക്ക് പുഞ്ചിരിക്കുന്നുണ്ട്. ഇവിടെ കഥ അവസാനിക്കുന്നു. സത്യത്തിൽ ചെയ്യുന്ന കർമ്മത്തിനുള്ള ഫലം കിട്ടുക തന്നെ ചെയ്യും. അത് 2 ദിവസം നേരത്തെ ആണെങ്കിലും 2 ദിവസം വൈകിയായാലും. ഗോപാലനും അർജുനും അവരുടെ കർമ്മഫലം കിട്ടിയതുപോലെ തന്നെ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്ന് എപ്പോഴും വിവേകത്തോടെ ചിന്തിക്കണം. കാരണം നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെ തോന്നിയെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.